നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാൽ മേടക്കൂർ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരിലെ ഫലങ്ങളെ പറ്റിയാണ് ഈ ആഴ്ച പറയണത്. എന്താണ് ഈ സന്തോഷസ്ഥിതിയാണ് ഫലങ്ങളിലെ വലിയ സങ്കടാനുഭവങ്ങൾ, അത് ബുദ്ധിമുട്ടുകളൊന്നുമല്ല, സന്തോഷസ്ഥിതി തന്നെയാണ്. പ്രധാനമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ധനമായിട്ട് ബന്ധപ്പെട്ട് അഭിവൃദ്ധി ഉണ്ടാവും, ധനാഗമനം ഉണ്ടാവും, ധനം പല മാർഗേണ വന്നു ചേരും, തൊഴിൽ രംഗത്ത് മെച്ചപ്പാടുണ്ടാവും, സംരംഭത്തിൽ മെച്ചപ്പാടുണ്ടാവും. അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ വഴിയൊക്കെ ധനം ഏതെങ്കിലും രീതിയിൽ വരാവുന്ന ഒരു സാഹചര്യം വന്നു ചേരും. അങ്ങനെയൊക്കെ ധനമായിട്ട് ബന്ധപ്പെട്ട് ഗുണമുള്ളൊരു സന്ദർഭവും സമയമൊക്കെയാണിത്. അപ്പോൾ അതൊരു ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ചില ധനഭാഗ്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടിയുള്ള സമയമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അത് നല്ലതാണ് ഒരു ഭാഗം. പിന്നെ തൊഴിൽ രംഗം മെച്ചപ്പെടും, സംരംഭങ്ങളാണെങ്കിലും മെച്ചപ്പെടും. തൊഴിൽ മേഖലയിലൊക്കെ പല വിധേന അഭിവൃദ്ധി ഉണ്ടാവാനുള്ള ഒരു സമയമാണിത്. അപ്പോൾ അതും ഗുണസ്ഥിതിയാണ്. ഗൃഹനിർമ്മാണം തുടങ്ങിയിട്ട് പകുതിക്ക് വെച്ച് നിർത്തിയിരിക്കുന്ന പല വീടിൻ്റെയൊക്കെ നിർമ്മാണങ്ങൾ അത് പൂർത്തീകരിക്കാൻ സാധിക്കും. സ്ഥലം വാങ്ങിക്കാൻ സാധിക്കും, വാഹനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും, പഴയ വാഹനങ്ങൾ കൊടുത്ത് പുതിയ വാഹനങ്ങളിലേക്ക് മാറാൻ സാധിക്കും. വിദേശ കാര്യങ്ങൾ, വിദേശ യാത്ര, വിദേശ പഠിക്കാൻ പോകുന്ന സാഹചര്യം, അല്ലെങ്കിൽ വിദേശ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന അവസ്ഥ, അതിനൊക്കെ ഗുണസ്ഥിതിയാണ്, പോകാൻ സാധിക്കും, തടസ്സങ്ങൾ മാറും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. സർക്കാരിൽ നിന്നുള്ള പല സർവീസുകളും നമുക്ക് ഗുണമായിട്ട് വരും. അതുപോലെ തന്നെ സർക്കാർ ജോലിയിൽ ശ്രമിക്കുന്ന ആൾക്കാർക്ക് അത് അനുകൂല സ്ഥിതിയാവും. സർക്കാരിന് പല ആനുകൂല്യങ്ങളും കാര്യങ്ങളും കിട്ടാനുള്ള ഇതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കിട്ടാനുള്ള അവസ്ഥയൊക്കെ ആവും. രോഗാവസ്ഥകളിൽ നിന്ന് മോചനം കിട്ടും. പൊതുവെ സന്തോഷാനുഭവങ്ങൾ ലഭിക്കും. രോഗാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടും. അല്ലെങ്കിൽ ക്ഷതം പറയുന്നുണ്ട് ശരീരത്തിന്, ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും വന്ന് വീണിട്ടാ അല്ലെങ്കിൽ ഒടിഞ്ഞിട്ടാ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ക്ഷതം അനുഭവിക്കാത്ത അവസ്ഥ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടി വലിയ ബുദ്ധിമുട്ടുള്ള അവസ്ഥയല്ല. ശാരീരികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗുണസ്ഥിതി തന്നെയാണ്. കുടുംബമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ സന്താനങ്ങളായിട്ടും ഒക്കെ സന്തോഷാവസ്ഥയാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവും. കുടുംബത്തിൽ ഭാഗ്യാനുഭവങ്ങൾ, സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. കുടുംബമായിട്ട് യാത്രകൾ ചെയ്യാൻ സാധിക്കും. എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യാനൊക്കെ സാഹചര്യങ്ങൾ ഒത്തുചേരും, പോകാൻ സാധിക്കും. അങ്ങനെയുള്ള പലവിധ ഗുണങ്ങൾ ഉണ്ട്. പിന്നെ ബന്ധുമിത്രാദികളായിട്ട്, പിന്നെ അടുത്തുള്ള പരിസരവാസികളൊക്കെ ആയിട്ടൊക്കെ അകൽച്ച ഉണ്ടായിരുന്ന ആൾക്കാരതൊക്കെ ലോഹ്യാനുഭവത്തിലേക്ക് വരും, ലോഹ്യസ്ഥിതിയിലേക്ക് വരും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ പറയണമെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. ചില ബിസിനസ് സംബന്ധമായിട്ട് കച്ചവടങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ചില വീഴ്ചകൾ ഉണ്ടെങ്കിൽ കൂടി വലിയ ധാരാളം നഷ്ടത്തിലേക്കൊന്നും പോവില്ല. അല്പം ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് ബിസിനസ് കാര്യങ്ങളിൽ, എന്നാൽ കൂടി ധാരാളം കഷ്ടതയിലേക്കൊന്നും പോകണ സാഹചര്യമല്ല. അപ്പോൾ അതും ഭാഗ്യസ്ഥിതി തന്നെയാണ്. പിന്നെ ധർമ്മദേവതാസ്ഥാനം, പരദേവതാസ്ഥാനം, അവിടെ പോയി പ്രാർത്ഥിക്കാനുള്ള സന്ദർഭവും സമയമൊക്കെ അർപ്പിക്കണം. അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ വേണ്ട ഒരു സമയമാണിത്. പരദേവതയുടെ അനുഗ്രഹങ്ങൾ വേണം. അപ്പം അതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദേശദേവതയുടെ അനുഗ്രഹങ്ങൾ വേണം. കാരണം ചില ഗുണങ്ങൾ വരുമ്പോൾ അതിന് ചില രീതിയിൽ ശത്രു ഭയങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു ചേരും. അതൊന്നും ബാധിക്കാതിരിക്കാൻ പരദേവതയുടെ അനുഗ്രഹം വേണം, ദേശദേവതയുടെ അനുഗ്രഹം വേണം. അപ്പോൾ അശ്വതി ഭരണി കാർത്തികക്കാർ നിർബന്ധമായിട്ടും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാനും വഴിപാട് കഴിക്കാനൊക്കെ സന്ദർഭവും സമയമൊക്കെ കണ്ടെത്തണം. ഇവർക്ക് പറഞ്ഞ ചില ഗുണങ്ങൾ ശത്രുക്കളെ കൊണ്ട് ആ ഗുണങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് തൊഴിൽ രംഗത്ത്, കുടുംബത്തിലൊക്കെ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, വളരെ അത്യാവശ്യമാണത്. അശ്വതികാരി പറഞ്ഞ പൂച്ചയുടെ പോലെ ഏത് ആപത്തിൽ നിന്നും ഏത് വീഴ്ചയിൽ നിന്നൊക്കെ കയറി വരുന്നൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ പല വിധത്തിലും ആൾക്കാർ ഉപദ്രവിക്കാൻ നോക്കും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതൊന്നും ആ ആപത്തിലൊന്നും പെടാതെ മുന്നോട്ട് പോകണമെങ്കിൽ പരദേവതയുടെ ദേശദേവതയുടെ അനുഗ്രഹങ്ങൾ വേണം. അപ്പം അതിനായിട്ട് ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക,
വഴിപാടുകൾ യഥാശക്തി കഴിക്കുക, അത് അത്യാവശ്യമാണ്. അല്ലാതെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായിട്ടുള്ള ചില സാമ്പത്തിക കാര്യങ്ങളും അതിൽ സ്വർണ്ണാഭരണങ്ങളും വാഹനം, സ്ഥലം, ഗൃഹം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട് നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട്, ആരെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം തിരിച്ച് കിട്ടാനുള്ള ഒരു സമയസ്ഥിതി കൂടിയാണിത്. അതും ഒരു ഭാഗ്യമാണ്. നമ്മളിൽ നിന്ന് സ്വർണം അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ വാഹനം അല്ലെങ്കിൽ ഗൃഹം, സ്ഥാപന ജംഗമ വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം തിരിച്ചു തരാനുള്ള മനസ്സ് അവർക്ക് വന്നു ചേരും. നമുക്ക് തിരിച്ച് കിട്ടാനുള്ള യോഗം, അങ്ങനെയുള്ള ഒരു അനുഭവ സ്ഥിതിയായിട്ടുള്ള സമയമാണിത്. അപ്പം അത് തിരിച്ചു വരും, അതൊരു ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ കൂടപ്പറപ്പുകളായിട്ട് നല്ല രീതിയിൽ ലോഹ്യങ്ങൾ വരും, അലോഹ്യങ്ങൾ മാറി നല്ല രീതിയിൽ ലോഹ്യങ്ങൾ വരും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കാനുള്ള മനസ്ഥിതിയൊക്കെ കൂടപ്പറപ്പുകൾക്ക് വരും. അങ്ങനെയുള്ളൊരവസ്ഥ പറയുന്നുണ്ട്. കാർത്തികർക്കൊക്കെ രോഗമുക്തി പറയുന്നുണ്ട്. കാർത്തിക നാളുകാരൊക്കെ രോഗശയ്യയിലും രോഗത്തെ ഭയത്തൊക്കെ ഇരുന്ന സാഹചര്യങ്ങളായിരുന്നു. അതിൽ നിന്ന് മോചനം കിട്ടി. കർക്കിടകത്തിന് കാർത്തികയ്ക്ക് വിശേഷ സന്തോഷാനുഭവങ്ങൾ വന്നു ചേരും. സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധിയിട്ടും പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ട് കാർത്തിക നാളുകാർക്ക്. അപ്പോൾ അതൊക്കെ ഭാഗ്യസ്ഥിതിയാണ്. ഭരണി നാളുകാർക്കാണെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് നിന്ന് മാറാൻ അല്ലെങ്കിൽ മാറ്റത്തിന് സാധ്യത ഇങ്ങനെയൊക്കെ ബാധിക്കാവുന്നതാണ്. വിദേശ കാര്യങ്ങളിൽ ശ്രമിക്കാവുന്നതാണ്. ചില കാര്യങ്ങളൊക്കെ നടക്കും. വിദേശയാത്രകൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. പല സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാധ്യതകളായിട്ടുള്ള ഒരു സമയമാണ്. അതൊക്കെ ഉചിതമാണ്, ശ്രമിച്ചാൽ നടക്കാവുന്നതാണ്. സിനിമ, കായികം അല്ലെങ്കിൽ കലാസംബന്ധമായിട്ടൊക്കെ ഉള്ള അശ്വതി നാളുകാർക്ക് പൂർണ്ണ വിജയസ്ഥിതിയാണ്. അവരുടെ സിനിമാരംഗം, അതല്ലാന്നുണ്ടെങ്കിൽ കായിക രംഗം, അതല്ലെന്നുണ്ടെങ്കിൽ കലാവാസനയായിട്ടുള്ള കലയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളിലൊക്കെ വിജയസാധ്യതയുള്ള ഒരു സമയമാണിത്. അശ്വതി നാളുകാർക്ക് പൊതുവെ ശാന്തശീലലും ധനം സഹായിക്കാനുള്ള മനസ്സുള്ള ആൾക്കാരൊക്കെയാണ് അശ്വതിക്കാർ. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളും സാഹചര്യമൊക്കെ വന്നു തുടങ്ങുകയായി. പഴയതുപോലെ തന്നെ ആൾക്കാരെ സഹായിക്കാനും ധനം ധാരാളം വരാനൊക്കെ ഉള്ള ഒരു സമയമാണിത്. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. നമുക്ക് വരുന്ന നല്ല സന്ദർഭങ്ങളും നല്ല സമയങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞ് ഏറ്റവും നന്നായിട്ട് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാന ഘടകം. എന്താണെങ്കിലും അശ്വതി ഭരണി നാളുകാർക്ക് ഗുണസ്ഥിതിയാണ്. ഇനി ആർക്കെങ്കിലുമൊക്കെ വിപരീതമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബാധിക്കണമെങ്കിൽ, വിപരീത ഫലങ്ങളാണ് ബാധിക്കണതെങ്കിൽ, അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ, രോഗാദുരിതങ്ങൾ, കഷ്ടതകൾ, ധനം കൊണ്ട് ബുദ്ധിമുട്ടുകൾ, തൊഴിൽ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെ വിപരീതമായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വഴിപാടുകളുണ്ട്. അയ്യപ്പന് നിരാഞ്ജനം കഴിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് അഷ്ടോത്തര മന്ത്രാർച്ചന കഴിച്ച് പ്രാർത്ഥിക്കാം. പാലാഭിഷേകം കഴിച്ച് പ്രാർത്ഥിക്കാം. മഹാദേവന് ഭാഗ്യസൂക്ത മന്ത്രാർച്ചന കഴിച്ച് പ്രാർത്ഥിക്കാം. ഈ വഴിപാട് കൊണ്ട് ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടും, ഒരു സംശയമില്ല. അയ്യപ്പന് നിരാഞ്ജനം വഴിപാട്, സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലാഭിഷേകം, അഷ്ടോത്തര മന്ത്രാർച്ചന, മഹാദേവന് ഭാഗ്യസൂക്ത മന്ത്രാർച്ചന. ഈ വഴിപാട് കൊണ്ട് ഈ നാളുകാർ അനുഭവിക്കുന്ന ദുരിതങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് ഈ ദുരിതത്തിൽ നിന്നൊക്കെ മോചനം കിട്ടും, ഒരു സംശയമില്ല. എന്താണെങ്കിലും എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാർ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ.